ഹലോ ഗൈസ്, സമയം ഒരു 6:30 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് ഞാൻ വന്ന് കുറച്ച് നേരം പുറത്തിരിക്കുകയാണ്. എല്ലാ ദിവസങ്ങളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നീട് കുളിച്ചിട്ട് വന്നിട്ടുള്ള തോർത്ത് പോലും തലേന്ന് മാറ്റിയിട്ടില്ലായിരുന്നേ. അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റി മുടിയൊക്കെ ഒന്ന് കെട്ടണം, അതേപോലെ കണ്ണെഴുതണം, പൊട്ട് വയ്ക്കണം, അതൊക്കെ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ സന്ധ്യാസമയത്താണെങ്കിൽ കുളിച്ചിട്ട് വന്നിട്ട് കണ്ണെഴുതാറുണ്ട് കേട്ടോ എല്ലാ ദിവസങ്ങളിലും. കാരണമെന്ന് വെച്ചാൽ കണ്ണെഴുതിയില്ലെങ്കിൽ കരഞ്ഞിട്ടുള്ള പോലെ ഇരിക്കും. അതുകൊണ്ട് കണ്ണെഴുതാറുണ്ട്, പൊട്ടും വയ്ക്കാറുണ്ട് കേട്ടോ. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്താലേ എനിക്കൊരു തൃപ്തി വരുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ കണ്ണെഴുതി കൊടുക്കാവേ. പിന്നീടാണെങ്കിൽ എനിക്ക് വൈകിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. സന്ധ്യാസമയം ആ ടൈമിൽ ഞാൻ കൂടുതലായിട്ടും ചെയ്യണ പണികളെന്ന് വെച്ചാൽ രാവിലെ എനിക്ക് ഒത്തിരി തുണി അലക്കാനുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ഒത്തിരി തുണികൾ കാണും കേട്ടോ, ഉണക്കിയെടുത്തത്. അങ്ങനെ അതെല്ലാം മടക്കി അയൺ ചെയ്ത് വെക്കണം. എല്ലാ തുണികളും കുറച്ച് കൂടുതൽ കാണും അയൺ ചെയ്ത് വെക്കാനായിട്ട്. അങ്ങനെ അതൊക്കെയാണ് കേട്ടോ എൻ്റെ രാത്രിയുള്ള പണികളെല്ലാം. അതൊക്കെയാണ് കൂടുതലും അതൊക്കെയാണ് കേട്ടോ. പിന്നീട് അമ്മേനെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരു പൊട്ടും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അങ്ങനെ ഒരു പൊട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുടിയും കൂടി ഒന്ന് കെട്ടിയിട്ട് വേഗം തന്നെ അടുക്കളയിലേക്ക് പോവാം കേട്ടോ. അടുക്കളയിൽ ഇന്ന് കുറച്ച് അച്ഛന് കാറ്ററിങ് എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് അച്ഛൻ കുറച്ച് ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് കുക്കിങ്ങാണ് കേട്ടോ. ഇന്ന് എന്താണെന്ന് നമുക്ക് എന്തായാലും പോയി നോക്കാം. മുടിയും കൂടി കെട്ടിയിട്ട് കുറച്ച് തുണിയുണ്ട് മടക്കി വെക്കാനായിട്ട്. അതും കൂടി മടക്കി വെച്ചിട്ട് ഞാൻ എന്തായാലും കാണിച്ചു തരാവേ എന്തൊക്കെയുണ്ടെന്ന്. അങ്ങനെ മുടിയൊക്കെ കെട്ടി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് തുണി മടക്കി വെക്കാനായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഞാൻ വേഗം തന്നെ മടക്കാണ് കേട്ടോ. എനിക്കിഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ തുണി മടക്കുന്നതൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീറ്റായിട്ട് വയ്ക്കണത് ഇഷ്ടമാണ് കേട്ടോ. പിന്നീട് കുറച്ച് തുണികളൊക്കെ അലമാരിൽ വെക്കാനുണ്ടായിരുന്നു, പുതിയ തുണികൾ. അതൊക്കെ മടക്കി ഞാൻ അലമാരിലൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കെപ്പോഴും നീറ്റായിട്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് അലമാരിൽ വെച്ചിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കുറച്ച് വെള്ളം കുടിക്കുകയാണ് കേട്ടോ. പിന്നെയാണെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറേ പേര് കമൻറ്റും ചെയ്യില്ല, അതേപോലെ ലൈക്കും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല കേട്ടോ. കണ്ട സ്കിപ്പ് അടിച്ച് പോണ ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം കേട്ടോ. അടുക്കളയിൽ ചെന്നപ്പോൾ ചമ്മന്തി റെഡിയാവുന്നുണ്ട്. ചമ്മന്തിയിൽ കടുകൊക്കെ വറുത്തിട്ട് അമ്മ ഒഴിക്കുകയാണ് കേട്ടോ. വൈകിട്ടത്തേക്കാണ്, വൈകിട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. കുറച്ച് പേർക്ക് ഫുഡ് കൊടുക്കാറുണ്ട് ഇവിടെ അടുത്ത്. അങ്ങനെ ചമ്മന്തി ഉണ്ട്, പിന്നെ സാമ്പാറുണ്ട് കേട്ടോ. ദോശയാണ്, അപ്പോൾ ദോശ, സാമ്പാർ, അതേപോലെ ഓംപ്ലേറ്റ് ഉണ്ട്. അതിൻ്റെ ദോശ അച്ഛൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ട് ഇതാണ്. കാരണം ഒരു 7 മണിയൊക്കെ ആകുമ്പം ഇതൊക്കെ റെഡിയാവും കേട്ടോ. 7 മണി അല്ല 6:45 ആകുമ്പോഴത്തേക്കും കറക്റ്റ് റെഡിയാവും. അങ്ങനെ അച്ഛൻ ഓംപ്ലേറ്റൊക്കെ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ ഒരു 6-7 മണിയാകുമ്പോൾ വീട്ടിൽ കാണും. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഞാൻ രാത്രി ഫുഡൊന്നും കഴിക്കാറില്ല. അപ്പം ഈ സമയങ്ങളിലാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കുന്നത്. ഫുഡും കഴിച്ചിട്ട് പിന്നെ രാത്രി ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാറുള്ളൂ കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ്. കാരണം വീട്ടിൽ അച്ഛൻ ചൂടോടെ ഉണ്ടാക്കി തരാറുണ്ട്, കാറ്ററിങ്ങിന് കൊടുക്കുകയല്ലേ. അപ്പം ഞാൻ അതിൽ നിന്ന് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചൂടായിട്ട് തന്നെ ഇതാണ്ട് ചമ്മന്തി, സാമ്പാറും പിന്നീട് ദോശയൊക്കെ കഴിച്ചു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടമായ ലൈക്ക് ചെയ്തേക്കണേ.